അറബിക്കടലിൽ കപ്പലിൽ നിന്ന് കാർഗോ കണ്ടെയ്നർ കടലിൽ പതിച്ചു. കേരള തീരത്താണ് ഇത് വീണത് എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. അപകടകരമായ വസ്തുക്കളാണ് കാർഗോയിൽ എന്ന മുന്നറിയിപ്പും ലഭിക്കുന്നുണ്ട്. കോസ്റ്റ് ഗാർഡ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പും നൽകിക്കഴിഞ്ഞു. കേരള തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം എന്നാണ് മുന്നറിയിപ്പ്. ഈ കണ്ടെയ്നറുകൾ കൊച്ചി തീരത്ത് അടിയാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ചും മറൈൻ ഗ്യാസ് ഓയിലാണ് ഈ കണ്ടെയ്നറുകളിൽ ഉള്ളത് എന്നുള്ള വിവരങ്ങൾ വരുന്നു. ഇത് തീരത്തടിഞ്ഞാൽ ജനങ്ങൾ ഈ കണ്ടെയ്നറുകൾ കൈകൊണ്ട് തൊടരുത്, അത് അപകടകരമായ അവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ള മുന്നറിയിപ്പ് കൂടി പുറത്തു വരുന്നുണ്ട്. ശാലിനി ചേരുകയാണ്. ശാലിനി, കടലിൽ ഇത്തരത്തിൽ അപകടകരമായ നിലയിൽ കാർഗോ കണ്ടെയ്നർ കടലിൽ പതിച്ചിരിക്കുന്നു. കേരള തീരത്താണ് ഇത് വീണത് എന്ന് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. കൊച്ചി തീരത്ത് ഈ കണ്ടെയ്നറുകൾ അടിയാൻ സാധ്യതയുണ്ട്. ഇത് അപകടകരമായ കണ്ടെയ്നറുകളാണ്, ആളുകൾ കൈകൊണ്ട് തൊടരുത് എന്നുള്ള മുന്നറിയിപ്പുമുണ്ടല്ലോ ശാലിനി. വിനോദ, 5:45 സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഫീസിൽ നിന്നും മാധ്യമങ്ങൾക്കായി ഒരു അറിയിപ്പ് ലഭ്യമാകുന്നത്. കൊച്ചി തീരത്തിന് സമീപത്തായി ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഈ കപ്പലിൽ നിന്നും 8ഓളം വരുന്ന കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചിട്ടുണ്ട്. അതിൽ സൾഫർ ഉൾപ്പെടെയുള്ള രാസവസ്തുക്കൾ ഉണ്ട് എന്നുള്ളൊരു അറിയിപ്പാണ് വന്നിട്ടുള്ളത്. ആ രാസവസ്തുക്കൾ കടലിൽ പതിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തീരദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ അരികിലേക്ക് ഇത് ഒഴുകിയെത്താനും കടലിൽ പൊങ്ങിക്കിടക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്, അപകട സാധ്യത ഉണ്ട് എന്നുള്ളൊരു അറിയിപ്പാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതലയുള്ള ശേഖർ കുര്യാക്കോസിന്റെ ഭാഗത്ത് നിന്നൊരു അറിയിപ്പായി വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലും പിന്നീട് കോസ്റ്റ് ഗാർഡിന്റെ ഒക്കെ പരിശോധനയിലുമാണ് MSC എന്ന് പറയുന്ന വലിയ വെസൽ, ആ വെസലിന്റെ ചെറിയ സൈസിലുള്ള 184 മീറ്റർ നീളമുള്ള കപ്പലിൽ നിന്നാണ് ഈ കണ്ടെയ്നറുകൾ പതിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇത് അറിയിച്ചിട്ടുണ്ട്. അവരും ഇത് സ്ഥിരീകരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്നും പോയ കപ്പലാണ് ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളത്. അതിൽ നിന്നും ഏകദേശം 8ഓളം കണ്ടെയ്നറുകൾ കടലിൽ പതിക്കുകയായിരുന്നു. ഇതിൽ സൾഫറും മറൈൻ ഓയിലുമാണ് ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ KSTMAയും കൂടാതെ തന്നെ കോസ്റ്റ് ഗാർഡും സ്ഥിരീകരിക്കുന്നത്. കൊച്ചി കോസ്റ്റ് ഗാർഡ് ഇതിൽ അന്വേഷണം ഈ ഘട്ടത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. 8 കണ്ടെയ്നറുകൾ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. ഈ അപകടത്തിൽ പെട്ട കണ്ടെയ്നറുകളിൽ നിന്ന് ഈ ഓയിലുകൾ കടലിൽ പതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് KSTMAയും കോസ്റ്റ് ഗാർഡും ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നത്. സൾഫർ 367.1 മെട്രിക് ടൺ കടലിൽ വീണിട്ടുണ്ട് എന്നും കോസ്റ്റ് ഗാർഡ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ കൂടെ മറൈൻ ഓയിലും കടലിൽ പതിച്ചിട്ടുണ്ട്. ഇത് രണ്ടും രാസവസ്തുക്കൾ അടങ്ങിയതാണ്. സ്വാഭാവികമായും ഇത് ശരീരത്തിൽ പുരളുകയോ അങ്ങനെ ആർക്കെങ്കിലും നേരിട്ട് അപകടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഒപ്പം തന്നെ മുൻപ് കണ്ട് പരിചയമില്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും വസ്തുക്കളോ ഇത്തരത്തിലുള്ള എണ്ണ പാടകൾ പോലെ കണ്ടു കഴിഞ്ഞാൽ അതിൽ തൊടരുത്, സ്പർശിക്കരുത് എന്നുള്ള രീതിയിൽ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർക്കും ഒപ്പം തന്നെ കടലിൽ ഇറങ്ങി വിനോദസഞ്ചാരം നടത്തുന്നവർക്കും ഒക്കെ ഒരു മുന്നറിയിപ്പ് KSTMA ഇപ്പോൾ നൽകുകയാണ്. കൂടാതെ തന്നെ ഇത് കടലിൽ നിന്നും നീക്കാനുള്ള മറ്റ് നടപടികളിലേക്ക് കോസ്റ്റ് ഗാർഡും കൂടി കടക്കുകയാണ്. എന്താണ് അപകട കാരണം എന്നത് അടക്കമുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. കൂടാതെ തന്നെ ഈ കപ്പലിൽ 24 ജീവനക്കാർ ഉണ്ട് എന്നുള്ളതാണ് കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 9ഓളം പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് 15 പേരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും ഈ കപ്പൽ കടലിൽ പതിച്ചതല്ല. ഒരു ഭാഗം ചേർന്ന് ചരിഞ്ഞ നിലയിലാണ് കപ്പൽ ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ മറ്റ് കണ്ടെയ്നറുകൾ മറിയാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടത്തുന്നു. ഒപ്പം തന്നെ ജീവനക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ നടത്തുകയാണ്. നമുക്കറിയാം, ശക്തമായ മഴ, ഒപ്പം തന്നെ അറബിക്കടലിലടക്കം ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. കാലവർഷം എത്തുകതിന്റെ ഭാഗമായിട്ടൊക്കെ ഇതിലൊക്കെ അപകടത്തിൽ പെട്ടതാകാം ഈ ഒരു വലിയ കപ്പൽ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും അപകടകരമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ കോസ്റ്റ് ഗാർഡും ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന മുന്നറിയിപ്പ്. കൂടാതെ തന്നെ 6 മുതൽ 8 കാർഗോ വരെ പതിച്ചിട്ടുണ്ട്. പക്ഷെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. ആരും തന്നെ ഇതിൽ സ്പർശിക്കരുതെന്നുള്ള മുന്നറിയിപ്പ് KSTMA നൽകുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും വസ്തുക്കൾ, കണ്ടെയ്നറുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അപരിചിതമായ വസ്തു കേരള തീരത്ത് അടിയുകയാണെങ്കിൽ അത് 112 എന്ന് പറയുന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ചറിയിക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി
അതോറിറ്റി നൽകുകയാണ്. പ്രത്യേകിച്ച് മത്സ്യ തൊഴിലാളികൾക്കും കടലിൽ പോയിട്ടുള്ളവർക്കും ഒപ്പം തന്നെ തീരദേശവാസികൾക്കുമാണ് ഈ ജാഗ്രതാ മുന്നറിയിപ്പ് കാര്യമായി തന്നെ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ KSDMയുടെ ചുമതലയുള്ള ശേഖർ കുര്യാക്കോസ് പറയുന്നത് പ്രകാരമാണെങ്കിൽ കാറ്റിന്റെ ദിശയൊക്കെ അടിസ്ഥാനത്തിലാക്കി വടക്കൻ ജില്ലകളിലേക്കായിരിക്കും അല്ലെങ്കിൽ വടക്കൻ കേരള തീരത്തേക്കായിരിക്കും ഈ കണ്ടെയ്നറുകൾ അടിയാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ ആ മേഖലകളിലുള്ളവർ താമസിക്കുന്നവരൊക്കെ ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് കുട്ടികളെ അടക്കമുള്ളവരെ കാര്യമായി തന്നെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഈ കുട്ടികളൊക്കെ ഇത് ഒരു അപരിചിതമായ വസ്തു കാണുമ്പോൾ എന്താണ് എന്ന് കണ്ട് അതിൽ തൊടാനും സ്പർശിക്കാനും ഒക്കെയായുള്ള ശ്രമങ്ങൾ നടത്തും. അത്തരം കുട്ടികളെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഏത് രീതിയിലാണ് ഇത് മനുഷ്യനെ ബാധിക്കുക എന്ന കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമോ വ്യക്തതയോ ഒന്നും തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിക്കില്ല. അതുകൊണ്ട് തന്നെയുള്ള മുൻകരുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഈ ഘട്ടത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ തീരദേശത്തെ കളക്ടറേറ്റ്, ഫിഷറീസ്, കോസ്റ്റൽ പോലീസ് ഉൾപ്പെടെയുള്ളവരെ ഈ വിഷയങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ അവരുടെ പരിശോധനയും തുടരുകയാണ്. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാന വ്യാപകമായി കേരള തീരത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ വടക്കൻ കേരള തീരത്ത് നൽകിയിരിക്കുകയാണ്. എന്തായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. കടലിൽ ഇത്രയധികം കണ്ടെയ്നറുകൾ പതിച്ചത്, അതും രാസവസ്തുക്കളാണ് എന്നുള്ളതാണ് ഏറ്റവും ആശങ്ക ഈ മണിക്കൂറിൽ ജനിപ്പിക്കുന്നത്. വിനോദ്, തീർച്ചയായും കപ്പലിൽ നിന്നും ഈ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിക്കാനുണ്ടായ സാഹചര്യം അത് ഏതെങ്കിലും തരത്തിൽ ആഴക്കടലിലുണ്ടായ അല്ലെങ്കിൽ വലിയ തിരമാലകളുടെ ഫലമായി കപ്പലിന് വലിയ ഉലച്ചിൽ സംഭവിച്ച് അങ്ങനെ സംഭവിച്ചതാണ് തുടങ്ങിയ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ഇത് കൊച്ചി തീരത്തടിയാനാണ് സാധ്യത എന്ന് പറയുന്നു. അതേപോലെ തന്നെ മുന്നറിയിപ്പ് ഇത് കൈകൊണ്ട് തുടരുത്, അതേപോലെ തന്നെ കടലിൽ പോകുന്നവർ പ്രത്യേക ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശങ്ങളും വരുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ കടലിൽ വീണ കണ്ടെയ്നറിൽ നിന്നും ഇതിപ്പോൾ മറൈൻ ഗ്യാസാണ് എന്ന് പറയുന്നു, ഇത് വെള്ളത്തിൽ കലർന്നാൽ അതും വലിയ അപകടകരമായ സാഹചര്യമല്ലേ ഉണ്ടാക്കുക ശാലിനി? തീർച്ചയായും വിനോദ, അത്തരത്തിലൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കാലവർഷമൊക്കെ വന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള ശക്തമായ കാറ്റ് അറബിക്കടലിലുണ്ട്. ന്യൂനമർദ്ദം രൂപം കൊണ്ട് തീവ്രമാകുന്ന സാഹചര്യം, ഇതൊക്കെ ആകാം ഈ ഒരു അപകടത്തിലേക്ക് വെച്ചത്. അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും അപകട കാരണമാണോ എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണ് എങ്കിൽ കൊച്ചിയിൽ നിന്നും സൗത്ത് വെസ്റ്റ് ഭാഗത്തായി 38 NM ദൂരത്തിൽ, നോട്ടിക്കൽ മൈൽ ദൂരത്തിലാണ് ഈ ഒരു കപ്പൽ മറിഞ്ഞിട്ടുള്ളത്. കൂടാതെ തന്നെ MSC എൽസ 3 എന്ന് പറയുന്ന ഷിപ്പാണ് ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളത്. അതിൽ 24 ജീവനക്കാരുണ്ടായിരുന്നു. വിഴിഞ്ഞത്ത് നിന്നും കണ്ടെയ്നറുകൾ, വിഴിഞ്ഞത്തെത്തിയ വലിയ മദർഷിപ്പുകളിൽ എത്തിയ കണ്ടെയ്നറുകൾ ഈ വെസലിൽ മറ്റ് സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാനായി പോയ MSC എൽസ 3 എന്ന് പറയുന്ന ഷിപ്പാണ് ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളത്. അതിൽ കൂടുതലും ഉള്ളത്, ഈ കണ്ടെയ്നറുകളിൽ കൂടുതലുമായിട്ടുള്ളത് രാസവസ്തുക്കൾ തന്നെയായിരുന്നു. അതിൽ സൾഫർ അടങ്ങിയ വസ്തുക്കൾ ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ മറൈൻ ഓയിലുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഏത് തരത്തിൽ മനുഷ്യനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇപ്പോഴും ദുരന്ത നിവാരണ അതോറിറ്റിക്കോ കോസ്റ്റ് ഗാർഡിനോ ഇല്ല. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരവും ഒപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഗ്രൂപ്പുകളിൽ വരുന്ന മെസ്സേജുകൾ, അവരുടെ അപ്ഡേഷൻ പ്രകാരമാണെങ്കിൽ തന്നെ ഇതെവിടെയാണ് എന്ന് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കോസ്റ്റ് ഗാർഡിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് രക്ഷാപ്രവർത്തനം അടക്കം ഏകോപിപ്പിക്കാനാണ് ഇപ്പോൾ കൊച്ചി കോസ്റ്റ് ഗാർഡ് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഈ ഷിപ്പിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കടലിൽ പതിച്ച രീതിയിലാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി കൂടുതൽ കണ്ടെയ്നറുകൾ അതിലുണ്ട്, അതും അറിയാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. അതിനു മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും മറ്റും നടത്താനുള്ള ശ്രമങ്ങളാണ് കൊച്ചി കോസ്റ്റ് ഗാർഡ് ഈ ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കപ്പൽ അപകടത്തിൽപ്പെട്ടു, അതിൽ കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. ആ കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചു. ആ കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നത് ഗുരുതരമായിട്ടുള്ള രാസവസ്തുക്കളാണ് എന്നുള്ളതാണ്. അത് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം ഉണ്ടാക്കും എന്നുള്ള മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കോസ്റ്റ് ഗാർഡിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും അടക്കം പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ഈ ഘട്ടത്തിൽ നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ കൊച്ചി കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിലും ഫിഷറീസ് പോലീസിന്റെയും കോസ്റ്റ് ഗാർഡിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള പരിശോധന കൊച്ചി തീരം കേന്ദ്രീകരിച്ചും വടക്കൻ കേരള തീരം കേന്ദ്രീകരിച്ചും നടക്കുകയും ചെയ്യുകയാണ്. വിനോദ, ശാലിനി, നേരത്തെ ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തീരദേശ മേഖല അവർ നൽകുന്ന അപ്ഡേഷൻ പ്രകാരം അവർ നൽകുന്ന ചിത്രങ്ങളും വിവരങ്ങളുമാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ നേരത്തെ ശാലിനി സൂചിപ്പിച്ച പോലെ തന്നെ ഈ കപ്പലിൻ്റെ ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം ആ കപ്പൽ ഒരു ഭാഗം തകർന്നിരിക്കുന്നു, കടലിലേക്ക് പരമാവധി ചരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ. അപ്പോൾ ആ കപ്പൽ തന്നെ അപകടാവസ്ഥയിലാണ്. അതേപോലെ തന്നെ ഈ കപ്പൽ എവിടെയാണ് എന്ന് ഇതുവരെയും അത് കൃത്യമായി കണ്ടെത്താനുള്ള ഒരു പരിശ്രമം തുടരുകയാണ്. അത് വിജയത്തിലേക്ക് ഈ ഘട്ടത്തിൽ എത്തിയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കൃത്യമായി ഈ കപ്പലിനെ ട്രാക്ക് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇനി നമുക്കറിയാം, ഇനി സമയം
രാത്രിയിലേക്ക് കടക്കുന്നു. അപ്പോൾ വെളിച്ചത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ രക്ഷാദൗത്യം ഇനി ഒരു രാത്രി കടക്കണം, ആ കപ്പലിലുള്ള ജീവനക്കാരെ രക്ഷിക്കണം തുടങ്ങിയ കാര്യങ്ങൾക്കായിരിക്കുമല്ലോ മുൻഗണന. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൃത്യമായും വ്യോമസേനയുടെ സഹായം കൂടി തേടാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ ശാലിനി? തീർച്ചയായും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. രാത്രി വൈകിയിരിക്കുന്നു, 6 മണി കഴിഞ്ഞിരിക്കുകയാണ്. 5:45 കൂടിയാണ് ഔദ്യോഗികമായി കോസ്റ്റ് ഗാർഡും കൂടാതെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഈ ഒരു വിവരം സ്ഥിരീകരിക്കുന്നത്. ഇതിനുശേഷമുള്ള പരിശോധനകൾ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഔദ്യോഗികമായി ഷിപ്പ് എവിടെയാണ് എന്നുള്ളത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ വിഴിഞ്ഞത്ത് നിന്നും കൊച്ചിയിലേക്ക് പോയ കപ്പലാണ് അപകടത്തിൽപ്പെട്ടതെന്ന് നാവികസേന സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നാവികസേനയുടെ അടക്കം സഹായം മാത്രമാണ് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ ജീവനക്കാരെ രക്ഷപ്പെടുത്തുക. 24 ജീവനക്കാർ, അതിൽ 15 പേർ രക്ഷപ്പെട്ടിട്ടുണ്ട്, 9 പേർ രക്ഷപ്പെട്ടിട്ടുണ്ട്. 15 പേർ ഇപ്പോഴും ആ ഷിപ്പിൽ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഉണ്ടാക്കുന്നത്. കൂടാതെ തന്നെ കപ്പലിലുണ്ടായിരുന്ന 9 ജീവനക്കാർ ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. മറ്റാളുകൾ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് എന്ന് നാവികസേന അറിയിക്കുന്നുണ്ട്. എന്തായാലും ഒരു ഭാഗത്ത് രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുകയാണ്, കോസ്റ്റ് ഗാർഡിന്റെ പരിശോധനകൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അതേസമയം തന്നെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കൊച്ചി കോസ്റ്റ് ഗാർഡും സംയുക്തമായി തന്നെ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ കൂടി ജനങ്ങൾക്ക് നൽകുന്നത്. കാരണം വിഴിഞ്ഞത്ത് നിന്ന് പോയ കപ്പലാണ്, ഫുൾ ലോഡുമായി പോയൊരു കപ്പലാണ്. സ്വാഭാവികമായും അതിന്റെ 8 കണ്ടെയ്നറുകൾ മാത്രമാണ് നിലവിൽ കടലിൽ പതിച്ചിട്ടുള്ളത്. അതും രാസ വസ്തുക്കളാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. ഇപ്പോഴത്തെ നിലവിലെ കാറ്റിന്റെ ഗതിയും ഒക്കെ അനുസരിച്ച് വടക്കൻ ജില്ലകളിലേക്ക് അല്ലെങ്കിൽ വടക്കൻ കേരള തീരത്തേക്കാണ് സഞ്ചരിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും എറണാകുളം, തൃശൂർ അടക്കമുള്ള മറ്റ് ജില്ലകൾക്ക് കൂടി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ തെക്കൻ കേരളത്തിലേക്കും ജാഗ്രത നൽകിയിരിക്കുകയാണ്. എണ്ണയാണ്, ഓയിലാണ്. സ്വാഭാവികമായും ഈ മറൈൻ ഓയിലൊക്കെ ഏതൊക്കെ തരത്തിലുള്ള രാസവസ്തുക്കൾ ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിയില്ല. അത് എത്രത്തോളം മനുഷ്യർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിലും ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഈ ഘട്ടത്തിൽ നൽകുന്നത്. ഒപ്പം തന്നെ കൊച്ചി കോസ്റ്റ് ഗാർഡ്, നാവികസേന, ഫിഷറീസ് പോലീസ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ പരിശോധനകൾ നടക്കുകയാണ്. എത്രയും പെട്ടെന്ന് സംയോജിതമായ ഇടപെടലിലൂടെ ഈ ജീവനക്കാരെ രക്ഷപ്പെടുത്തുക, ഒപ്പം തന്നെ കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ പതിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അവർ ശ്രമങ്ങൾ നടത്തുന്നത്. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ആശങ്കാജനകമായ സാഹചര്യമാണ്. കാരണം വലിയൊരു ഷിപ്പാണ്, 184 മീറ്റർ നീളത്തിലുള്ള ഒരു ഷിപ്പാണ് എന്നുള്ളതാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. MSC നമുക്കറിയാം ഏറ്റവും വലിയ മദർഷിപ്പ് കമ്പനികളുടെ കപ്പലാണ്. അപ്പോൾ അത്രയധികം കണ്ടെയ്നറുകൾ ഉണ്ട്, അത്രയധികം സർവീസ് നടത്തുന്ന കപ്പലാണ്. സ്വാഭാവികമായും അതിൽ അത്രയധികം ജീവനക്കാരുണ്ട്. ഇതൊക്കെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. രാത്രി വൈകിയ സമയമാണ്, തീരദേശമാണ്, കടലാണ്. അവിടെയൊക്കെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിലും ഒരു ആശങ്ക ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നു. എന്തായാലും പൊതുജനങ്ങൾക്കുള്ള മുന്നറിയിപ്പ് ഈ ഘട്ടത്തിൽ തുടരുന്നു. കൊച്ചി കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും പരിശോധനകൾ ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുകയാണ്. വിനോദ്, വിഴിഞ്ഞത്ത് നിന്നും കൊച്ചിയിലേക്ക് യാത്രയായ ഷിപ്പിലാണ്, അത് കണ്ടെയ്നറുകളുമായി പോയ ഷിപ്പാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ നിന്നും കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചു. അതിൽ ഗ്യാസ് ഓയിലാണ് എന്ന് പറയുന്നു. അപകടകരമായ സാഹചര്യത്തിലാണ് കടലിൽ ഇപ്പോൾ അത് പതിച്ചിട്ടുള്ളത്. കൊച്ചി തീരത്ത് അടിയാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഈ കപ്പലിൽ 24 ജീവനക്കാരാണ് ഉള്ളത്. ഇതിൽ 15ഓളം ജീവനക്കാർ ഇപ്പോഴും ആ ഷിപ്പിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. 4-5 പേർ രക്ഷപ്പെട്ടു എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ ലഭിക്കുന്നു വിവരങ്ങൾ. വ്യോമസേനയുടേതടക്കം സഹായങ്ങൾ തേടേണ്ടതുമുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിലേക്ക് പോകാം. ശാലിനി, കേരള തീരത്ത് നിന്ന് അറബിക്കടലിൽ കുറച്ചുള്ളിലേക്കായിട്ട് ഒരു കപ്പലിൽ നിന്ന് കുറച്ചധികം അപകടകരമായ വസ്തുക്കൾ അടങ്ങുന്ന കാർഗോ കടലിൽ പോയിട്ടുണ്ട് എന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. കേരള തീരത്ത് ഈ കാർഗോ വന്നടിയാനുള്ള സാധ്യതയുണ്ട്. ഈ കണ്ടെയ്നറുകളും അതുമായി ബന്ധപ്പെട്ട് എണ്ണയും. അത്തരം ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ഒരു കാരണവശാലും ഈ കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് പോവുകയോ അതിൽ സ്പർശിക്കുകയോ ചെയ്യരുത് എന്ന നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് കോസ്റ്റ് ഗാർഡിൽ നിന്ന്. എന്തായാലും ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തിയുടെ ശബ്ദ സന്ദേശമാണ് നമുക്ക് ലഭിച്ചത്. നേരത്തെ ശാലിനി റിപ്പോർട്ട് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹവും ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. ഈ കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്ത് നിന്നും കൊച്ചിയിലേക്ക് പോയ കപ്പലാണ്, മദർഷിപ്പാണ് അപകടത്തിൽപ്പെട്ടത്. ആ ഷിപ്പിൽ നിന്നാണ് കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചത്. അത് കൃത്യമായി കൊച്ചി തീരത്തെ കടിയാൻ സാധ്യതയുണ്ട്. ആ കപ്പലിൽ
24ഓളം ജീവനക്കാർ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ ഇത് മർച്ചൻ്റ്, അതായത് പിന്നെ വ്യാപാരങ്ങൾക്ക്, ഇത്തരത്തിലുള്ള വ്യാപാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന കപ്പലാണ്. അപ്പോൾ കപ്പലിൻ്റെ പൂർണ്ണമായ വിവരം അത് കോസ്റ്റ് ഗാർഡിന് ഉണ്ടാകുമല്ലോ ശാലിനി. കൃത്യമായി ഏത് കപ്പലാണ്, വിഴിഞ്ഞത്ത് നിന്നും പുറപ്പെട്ട കപ്പൽ ഏതാണ്, അതിൻ്റെ കാലപ്പഴക്കം എന്താണ്, ആ കമ്പനിയുടെ പൂർണ്ണമായ പിന്നെ മേൽവിലാസം, ആ കപ്പലിൽ ആരൊക്കെ ഉണ്ടായിരുന്നു തുടങ്ങിയ കൃത്യമായ മേൽവിലാസങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അതോറിറ്റിയുടെ കയ്യിൽ ഉണ്ടാകുമല്ലോ ശാലിനി. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അത് ആരൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച വ്യക്തത അതിൽ ഇനി മറ്റ് ആരൊക്കെ ഉണ്ട് എന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു കപ്പൽ ആരൊക്കെയാണ് ജീവനക്കാർ എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട അതോറിറ്റിക്ക് കൃത്യമായ മേൽവിലാസം അവരുടെ പക്കൽ ഉണ്ടാകുമല്ലോ ശാലിനി. വിനോദ, ഔദ്യോഗികമായി ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. 24 പേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നുള്ള അനൗദ്യോഗിക റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കോസ്റ്റ് ഗാർഡിന്റെ പരിശോധന നടക്കുകയാണ്. MSC എൽസ 3 എന്ന് പറയുന്ന ഷിപ്പാണ് അപകടത്തിൽ പെട്ടിട്ടുള്ളത് എന്നുള്ളത് മാത്രമാണ് കോസ്റ്റ് ഗാർഡിനും ഒപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഇവരെ ലൊക്കേറ്റ് ചെയ്യാനും ഒപ്പം തന്നെ മറ്റ് നടപടികളൊക്കെ നടത്താനുള്ള ശ്രമങ്ങൾ കോസ്റ്റ് ഗാർഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ 15 പേര് രക്ഷപ്പെടുത്താൻ ഇനിയും ഉണ്ട്. 9 പേർ ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണ്. എങ്കിൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇവിടുന്ന് പുറപ്പെട്ട, വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട ഷിപ്പാണ്. ഇന്ന് രാത്രി 10 മണിയോട് കൂടിയാണ് അത് കൊച്ചിയിൽ എത്തേണ്ടത്. പിന്നീട് അത് തൂത്തുക്കുടിയിലേക്ക് പോകേണ്ടതാണ്. കൊച്ചിയിലെത്തി അവിടെ നിന്നും കണ്ടെയ്നറുകൾ ഇറക്കാനും കയറ്റാനുമുള്ള കണ്ടെയ്നറുകൾ എടുത്തതിന് ശേഷം തൂത്തുക്കുടി പോർട്ടിലേക്ക് പോകാനിരുന്ന ഷിപ്പാണ് ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ നിലവിൽ കേരള തീരത്തിന് സമീപത്തായി ഇത് ചരിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് ഔദ്യോഗികമായി KSDMAയ്ക്കും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. കൂടുതൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളൊരു വിവരം മാത്രമാണ് അവർക്ക് ലഭ്യമായിട്ടുള്ളത്. നാവികസേനയുടെ സഹായത്തോടു കൂടി അത്തരത്തിലൊരു രക്ഷാപ്രവർത്തനമാണ് ഈ ഘട്ടത്തിൽ അവർ നടത്തുകയും ചെയ്തിട്ടുള്ളത്. ആരൊക്കെയാണ്, എത്ര ക്രൂ അംഗങ്ങൾ അതിനകത്തുണ്ട്, എത്ര മറ്റ് ജീവനക്കാർ, തൊഴിലാളികൾ, അങ്ങനെയുള്ള കണക്കൊക്കെ നമുക്കിപ്പോഴും കൺഫേമായി കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഔദ്യോഗികമായി നിലവിൽ അറിയുന്നത് പ്രകാരം 24 പേർ എന്ന് മാത്രമാണ് അറിയുന്നത്. ഒപ്പം തന്നെ MSC എൽസ 3 എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. ഒപ്പം തന്നെ ജീവനക്കാർ കുറച്ചധികം പേർ രക്ഷപ്പെട്ടിട്ടുണ്ട്. മറ്റാളുകൾക്ക് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. നമുക്കറിയാം നല്ല കാറ്റുണ്ട്, ഒപ്പം തന്നെ കാലാവസ്ഥ അനുകൂലമല്ല കേരള തീരത്തും ഒപ്പം തന്നെ അറബിക്കടലിലും. സ്വാഭാവികമായും ആ ഒരു സാഹചര്യമൊക്കെ ഈ രക്ഷപ്പെടുന്നതിനും ഒപ്പം തന്നെ ഈ ഷിപ്പിന്റെ മറ്റ് രക്ഷാപ്രവർത്തനത്തിനും ഒക്കെ കാര്യമായി ബാധിക്കുമെന്നുള്ളതിൽ സംശയമില്ല. ഇനിയിപ്പോൾ രാത്രി വൈകുകയാണ്. രാത്രി മയങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഈ വെളിച്ചമൊക്കെ അത് കാര്യമായി ബാധിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തെയും മറ്റ് ഷിപ്പിനെയൊക്കെ നേരെ രീതിയിൽ കൊണ്ടുവരാനും ഒക്കെയുള്ള ശ്രമങ്ങൾക്ക് അത് വലിയ രീതിയിലുള്ള തടസ്സമുണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. അതിന് മുന്നോടിയായിട്ടൊക്കെയാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ്, ജാഗ്രതാ നിർദ്ദേശമൊക്കെ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്ത് നിന്ന് തീരദേശവാസികൾക്ക് നൽകുന്നു. ഒപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് നൽകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. നാവികസേനയുടെ ഡോർണിയർ ഹെലികോപ്റ്ററും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡും രക്ഷാപ്രവർത്തനത്തിനായി സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ അറിയുകയാണ്. ഒപ്പം തന്നെ മറൈൻ ഗ്യാസ് ഓയിൽ, വെരി ലോ സൾഫർ ഫ്യൂവൽ എന്നിവയാണ് ഈ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്ന മുഴുവൻ, ഈ ഷിപ്പിൽ ഉണ്ടായിരുന്ന മുഴുവൻ കണ്ടെയ്നറുകളും. അതിൽ 8 കണ്ടെയ്നറുകളാണ് കടലിൽ പതിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ പൊതുജനം അതിൽ തുടരരുത്. ഒപ്പം തന്നെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടകരമായ വസ്തുക്കൾ തീരമേഖലയിലോ അല്ലെങ്കിൽ കടലിലോ കണ്ടെങ്കിൽ അത് 112 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് വിവരം അറിയിക്കണം എന്നുള്ളതും അറിയിക്കുന്നു. ഒപ്പം തന്നെ കേരളത്തിൽ വടക്കൻ തീരത്ത് ഇവ അടിയാനാണ് സാധ്യതയായി ഇപ്പോൾ കോസ്റ്റ് ഗാർഡും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും വിലയിരുത്തുന്നത്. ഈ എണ്ണപ്പാടയൊക്കെ കടലിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിലൊന്നും തന്നെ ആളുകൾ തുടരുത് എന്നുള്ള മുന്നറിയിപ്പ് കൂടി ഘട്ടത്തിൽ തരികയാണ്. എന്തായാലും ഒരു ആശങ്ക കേരള തീരത്ത് നിലനിൽക്കുന്നു. മഴയുടെയും കാലവർഷം എത്തിയതിന്റെയും ശക്തമായ കാറ്റിന്റെയും ഒക്കെ ഒരു ആശങ്ക ഒരു ഭാഗത്ത് നിലനിൽക്കുന്നതിനിടയിൽ തന്നെയാണ് ഒരു ഷിപ്പ്, അതും വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെട്ട ഒരു ഷിപ്പ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട് അതിൽ ഗുരുതരമായിട്ടുള്ള രാസവസ്തുക്കൾ കടലിൽ പതിച്ച രീതിയിൽ കണ്ടെത്തിയതായിട്ടുള്ള വിവരങ്ങൾ കൂടി, വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. വിനോദം.